സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ സോഷ്യൽ മീഡിയയിലെ ആ വ്യാജ പ്രചരണ ഫോട്ടോയുമായി ബന്ധപ്പെട്ട് വമ്പൻ ട്വിസ്റ്റ്. പെരിന്തൽമണ്ണ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് റോഷനാണ് വ്യാജ ID ഉണ്ടാക്കി അപകീർത്തിപ്പെടുത്തുന്ന ആ ചിത്രം പങ്കുവച്ചതെന്ന് ഇപ്പോ പെരിന്തൽമണ്ണ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR വെച്ച് ബോധ്യപ്പെടുകയാണ്. ഫേക്ക് ID ഉണ്ടാക്കി ചിത്രം പ്രചരിപ്പിച്ച പ്രതി ഒളിവിലാണെന്നും മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ പ്രശ്നം അവിടെയല്ല. സാദിഖ് അലി തങ്ങളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ പ്രതി ചേർക്കപ്പെട്ട കാപ്പ കേസ് പ്രതി ഭീഷണിപ്പെടുത്തിയിരുന്നതായി ഒരു പരാതി നൽകിയിരിക്കുന്നു. അതായത് സാദിഖ് അലി തങ്ങൾക്കെതിരെ ഫോട്ടോ പ്രചരിപ്പിച്ച വ്യക്തിയെ പാണക്കാട് കുടുംബത്തിന് അറിയാമായിരുന്നു എന്ന നിർണായക വിവരം ഇത്രയും ദിവസം ഫേക്ക് IDയിലൂടെ ഇടതുപക്ഷ പ്രൊഫൈലുള്ളവർ ആരോ പ്രചരിപ്പിച്ചു എന്ന രീതിയിൽ അതിൻ്റെ ഭാഗമായി ആ പേജ് ലൈക്ക് ചെയ്തിരുന്ന അഫ്സൽ പാണക്കാട് എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ച് വലിയ ആക്ഷേപങ്ങളും കൊലവിളികളുമാണ് ലീഗ് അണികൾ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയിരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് പാണക്കാട് കുടുംബത്തെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വലിയൊരു ട്വിസ്റ്റാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ റിയാസിയൽ എന്ന വ്യക്തി ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. നാടത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നേരത്തെ പാണക്കാട് കുടുംബത്തിന് അറിയാമായിരുന്ന ഒരു ബ്ലാക്ക്മെയിൽ കേസ് അപ്രതീക്ഷിതമായിട്ട് ഫേസ്ബുക്കിലൂടെ പുറത്തേക്ക് വരുമ്പോൾ ആരെന്നറിയാത്ത രീതിയിൽ അഭിനയിച്ചതിന് ശേഷം പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങളടക്കമാണ് റിയാസിയൽ എന്ന വ്യക്തി സോഷ്യൽ മീഡിയ കുറിപ്പിട്ടിരിക്കുന്നത്. ആ ഞെട്ടിക്കുന്ന വിവരം ഈ നാടറിയണം. ഇങ്ങനെയാണ് ആ കുറിപ്പ്. പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ, അതായത് 25/3/2026 മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. മുഹമ്മദ് റോഷൻ എന്ന വ്യക്തി ജനുവരി 31 പെരിന്തൽമണ്ണയിലെ ഒരു മാളിലേക്ക് മൊയ്ൻ അലിയെയും സുഹൃത്തിനെയും വിളിച്ചു വരുത്തി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശിഹാബ് തങ്ങളുടെ അവ്യക്തമായ നഗ്ന ഫോട്ടോയും വീഡിയോയും തൻ്റെ കൈവശമുണ്ടെന്നും 15 കോടി രൂപ തന്നില്ലെങ്കിൽ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യപ്പെടുത്തുമെന്നും ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന്. മൊയ്ൻ അലി തങ്ങൾ പണം നൽകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ 21/3/2026 ഷാനു എന്ന IDയിലൂടെ പ്രതി ചിത്രങ്ങളിൽ ചിലത് പരസ്യപ്പെടുത്തി. ഇതാണ് FIRന്റെ പൂർണ്ണ രൂപം. FIR നമ്പർ 0326 PS പെരിന്തൽമണ്ണ. ഇതേ റോഷനാണ് പണ്ട് ബഷീർ അലി തങ്ങളുടെ നഗ്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പരസ്യപ്പെടുത്തിയത്. അത് അവരുടെ കാര്യം. ഇനി പറയാനുള്ളത് മുസ്ലിം ലീഗ് നേതൃത്വത്തിനോടാണ്. ജനുവരി 30 ഇയാൾ മൊയ്ൻ അലിയെ ഭീഷണിപ്പെടുത്തുന്നത്. തങ്ങളുടെ ഫോട്ടോ പ്രചരിപ്പിച്ചത് മാർച്ച് 21. അപ്പോൾ നിങ്ങൾക്കറിയാമായിരുന്നു ആരാണ് ഇതിന് പിന്നിലെന്നും ആരാണ് അത് പബ്ലിഷ് ചെയ്തതെന്നും. എന്നിട്ടും നിങ്ങൾ ടാർഗറ്റ് ചെയ്തത് CPIMനെയും അഫ്സൽ പാണക്കാടിനെയും അതുവഴി KT ജലീലിനെയുമായിരുന്നു. അഫ്സലിൻ്റെയും കുടുംബത്തെയും ജീവന് വരെ ഭീഷണിയായി മുസ്ലിം ലീഗ് ഗുണ്ടകളുടെ ആക്രോശങ്ങൾ പിന്നീട് നമ്മൾ കണ്ടു. അബ്ദുറബ്ബ് അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ അഫ്സലിനോട് പരസ്യമായി മാപ്പ് പറയുക, സത്യാവസ്ഥ സമൂഹത്തിനോട് വിളിച്ചു പറയുക. ഇതിനോടൊപ്പം അദ്ദേഹം സോഷ്യൽ മീഡിയ കുറിപ്പുകളും പങ്കുവച്ചിട്ടുണ്ട്. ആ കുറിപ്പിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യമുണ്ട്. ജനുവരിയിൽ നടന്ന ബ്ലാക്ക്മെയിലിംഗ് അപ്പോൾ പരാതിപ്പെട്ടില്ല. മാർച്ച് 21 അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ അജ്ഞാതരായ ഏതോ ഫേക്ക് IDയിൽ നിന്ന് ആരോ പ്രചരിപ്പിച്ചു എന്ന നിലയിലായിരുന്നു പാണക്കാട് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയുടെ ഉൾപ്പെടെ പ്രതികരണം പുറത്തു വന്നത്. അതിനുശേഷം ആ പേജ് ഫോളോ ചെയ്തു എന്ന പേരിൽ ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് വലിയ പ്രചരണങ്ങളാണ് ലീഗ് നേതൃത്വം നടത്തിയത്. പാണക്കാട് കുടുംബത്തിലുള്ളവരെ വിളിച്ചു വരുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ എന്തുകൊണ്ടാണ് അന്ന് പരാതി കൊടുക്കാതിരുന്നത്? ആ കാണിച്ച ഫോട്ടോ വ്യാജമാണെന്ന് അറിയാമായിരുന്നെങ്കിൽ അന്ന് പരാതി കൊടുക്കാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ പെരിന്തൽമണ്ണ സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന ഈ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തുകൊണ്ട് മറച്ചുവെച്ചു? ഭീഷണി എന്നുള്ള നിലയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കാപ്പ കേസ് പ്രതിയായിട്ടുള്ള മുഹമ്മദ് റോഷൻ അത് പങ്കുവയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആര് എന്നതിനെ സംബന്ധിച്ച് പാണക്കാട് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾക്ക് അറിയാമായിരുന്നു. എന്നിട്ടും അവർ അത് പുറത്തു പറയാൻ തയ്യാറായില്ല. എന്താണ് മുഹമ്മദ് റോഷനും പാണക്കാട് തങ്ങൾ കുടുംബവുമായിട്ടുള്ള ബന്ധം?
അങ്ങനെ പല പല സംശയങ്ങൾ ഉയരുന്നുണ്ട്. എന്തുകൊണ്ട് ഈ വിഷയം പുറത്തു പറഞ്ഞില്ല, പരാതി കൊടുത്തില്ല എന്നതിനെ സംബന്ധിച്ചൊക്കെ ഇനി വിശദീകരിക്കേണ്ടത് പാണക്കാട് ഹൈദരാലി തങ്ങളാണ്. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിച്ചവരെ ഒടുവിൽ അവരുടെ പരാതി തന്നെ കുടുക്കിയിരിക്കുന്ന അവസ്ഥയെന്ന് പറയേണ്ടി വരികയാണ്.